ഉൽപ്പത്തി 24:10-25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നതിനായി. നിങ്ങൾ ആത്മാഭിമാനിയായി ഇരിക്കൂ. അപ്പോൾ ഈ വഴി സഹജമായി കാണപ്പെടും. ചോദ്യം: സത്യയുഗത്തിലെ ദേവതമാർ മോഹജീത് എന്ന് പറയപ്പെടുവാനായി അങ്ങനെയുള്ള ഏതൊരു നോളജാണ് സംഗമത്തിൽ ലഭിച്ചിരിക്കുന്നത്? ഉത്തരം: സംഗമത്തിൽ നിങ്ങളെ ബാബ അമരകഥ കേൾപ്പിച്ച് അമരമായ ആത്മാവിൻ്റെ നോളജ് നൽകി. ഈ ജ്ഞാനം ലഭിച്ചു. ഇത് അവിനാശിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഓരോ ആത്മാവും തൻ്റെതായ പാർട്ട് അഭിനയിക്കുന്നു. അത് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഇതിൽ കരയേണ്ട കാര്യമില്ല. ഈ നോളജിലൂടെ സത്യയുഗത്തിലെ ദേവതമാരെ മോഹജീത് എന്ന് പറയുന്നു. അവിടെ മൃത്യു എന്ന പേരില്ല. സന്തോഷത്തോടുകൂടി പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നു. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു കൊടുക്കൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളോട് ആത്മീയ പിതാവ് പറയുന്നു, വഴി കാണിച്ചു തരികയാണ്. പക്ഷേ ആദ്യം സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തി ഇരിക്കും. ദേഹി അഭിമാനിയായി ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വഴി വളരെ സഹജമായി കാണപ്പെടും. ഭക്തി മാർഗത്തിൽ പകുതി കൽപ്പം കാൽ തട്ടി വീണു. ഭക്തി മാർഗത്തിന് അളവറ്റ സാമഗ്രികളുണ്ട്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, പരിധിയില്ലാത്ത ബാബ ഒന്ന് തന്നെയാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നു. ലോകത്തിലുള്ളവർക്ക് ഇതും അറിയില്ല ഏത് വഴിയാണ് പറഞ്ഞു തരുന്നത്. മുക്തി ജീവൻ മുക്തിയുടെയും ഗതി സദ്ഗതിയുടെയുമാണ്. മുക്തി എന്ന് ശാന്തിധാമത്തെയാണ് പറയുന്നത്. ആത്മാവിന് ശരീരമില്ലാതെ ഒന്നും സംസാരിക്കുവാൻ സാധിക്കില്ല. കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് ശബ്ദമുണ്ടാകുന്നത്. വായിലൂടെ ശബ്ദമുണ്ടാകുന്നു. വായ് ഇല്ലെങ്കിൽ ശബ്ദം എവിടെ നിന്ന് വരും? ആത്മാവിന് ഈ കർമ്മേന്ദ്രിയങ്ങൾ ലഭിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുവാനാണ്. രാവണ രാജ്യത്തിൽ നിങ്ങൾ വികർമ്മം ചെയ്യുന്നു. ഈ വികർമ്മം മോശമായ കർമ്മമാകുന്നു. സത്യയുഗത്തിൽ രാവണനേ ഇല്ല. അപ്പോൾ കർമ്മം അകർമ്മമാകുന്നു. അവിടെ 5 വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അതിനെ സ്വർഗം എന്നാണ് പറയുന്നത്. ഭാരതവാസികൾ സ്വർഗവാസിയായിരുന്നു. ഇപ്പോൾ പിന്നെ പറയും നരകവാസി എന്ന്. വിഷയവൈതരണി നദിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പരസ്പരം ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയുന്നു, ബാബ എവിടെയാണോ ദുഃഖത്തിൻ്റെ പേര് പോലും ഇല്ലാത്തത് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന്. അതാണെങ്കിൽ ഭാരതം എപ്പോഴാണോ സ്വർഗമായിരുന്നത് അപ്പോഴാണ് ദുഃഖത്തിൻ്റെ പേര് ഇല്ലാതിരുന്നത്. സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്വർഗത്തിലേക്ക് പോകണം. ഇത് കളിയാണ്. ബാബ തന്നെയാണ് കുട്ടികൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. സത്യം സത്യമായ സത്സംഗം ഇതാണ്. നിങ്ങൾ ഇവിടെ സത്യമായ ബാബയെ ഓർമ്മിക്കുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്ന് രചയിതാവാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാബ തന്നെയാണ് കുട്ടികൾക്ക് സമ്പത്ത് നൽകുന്നത്. പരിധിയുള്ള പിതാവ് ഉണ്ടായിരുന്നാലും പിന്നെയും ഓർമ്മിക്കുന്നു, ഹേ ഭഗവാനെ, ഹേ പരംപിത പരമാത്മാ, ദയവ് കാണിക്കൂ എന്ന്. ഭക്തിമാർഗത്തിൽ തിക്കും തിരക്കും കൊണ്ട് വിവശരായി പറയുന്നു, അല്ലയോ ബാബ, നമുക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നൽകൂ. ഇത് ബാബയ്ക്ക് നൽകാൻ സാധിക്കൂ. അതും 21 ജന്മത്തേക്ക് വേണ്ടി. കണക്കെടുക്കേണ്ടതാണ്. സത്യയുഗത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും കുറച്ച് മനുഷ്യരാണ് ഉണ്ടാവുക. ഒരു ധർമ്മമായിരുന്നു.
ഒരേ ഒരു രാജധാനിയായിരുന്നു. അതിനെ പറയുന്നത് സ്വർഗമെന്നും സുഖധാമമെന്നുമാണ്. പുതിയ ലോകത്തെ സതോ പ്രധാനം എന്ന് പറയുന്നു. പഴയതിനെ തമോ പ്രധാനം എന്ന് പറയും. ഓരോ വസ്തുവും ആദ്യം സതോ പ്രധാനവും പിന്നെ സതോ രജോ തമോയിലേക്ക് വരുന്നു. കൊച്ചുകുട്ടികളെ സതോ പ്രധാനം എന്ന് പറയും. ചെറിയ കുട്ടികളെ മഹാത്മാവിനേക്കാൾ ഉയർന്നവരായി പറയുന്നു. മഹാത്മാക്കളാണെങ്കിൽ ജന്മമെടുക്കുന്നു, പിന്നെ വലുതായ ശേഷം വികാരങ്ങളുടെ അനുഭവം ചെയ്ത് കുടുംബം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ വികാരങ്ങളുടെ അറിവേയില്ല. തീർത്തും ഇന്നസെന്റാണ്. അതിനാൽ മഹാത്മാവിനേക്കാൾ ഉയർന്നതായി പറയുന്നു. ദേവതകളുടെ മഹിമ പാടുന്നു സർവഗുണസമ്പന്നം എന്ന്. സന്യാസിമാരുടെ മഹിമ ഇങ്ങനെ ചെയ്യില്ല. ബാബ ഹിംസയുടെയും അഹിംസയുടെയും അർത്ഥം മനസ്സിലാക്കിച്ചു തന്നു. ആരെയെങ്കിലും കൊല്ലുന്നതിനെ ഹിംസ എന്ന് പറയുന്നു. ഏറ്റവും വലിയ ഹിംസയാണ് കാമമെന്ന കഠാര പ്രയോഗിക്കുക എന്നത്. ദേവതമാർ ഹിംസകരല്ല, കാമ കഠാരി പ്രയോഗിക്കുന്നില്ല. ബാബ പറയുന്നു, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ. ദേവതമാരുള്ളത് സത്യയുഗത്തിലാണ്. ഇവിടെ ആർക്കും തന്നെ സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. നമ്മൾ താഴ്ന്നവരും പാപിയും വികാരിയുമാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ സ്വയം ദേവത എന്ന് എങ്ങനെ പറയും? അതിനാൽ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മമായിരുന്നു. ഹിന്ദു എന്നത് ഹിന്ദുസ്ഥാനിൽ നിന്നും വന്നതാണ്. അവർ പിന്നെ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞു. നിങ്ങൾ പറയും നമ്മൾ ദേവതാധർമ്മത്തിലേതാണ്, എങ്കിലും ഹിന്ദുവിൽ ചേർക്കും. പറയും നമ്മുടെ അടുക്കൽ ഹിന്ദു ധർമ്മത്തിൻ്റെ കോളമാണ്. പതീതമായത് കാരണം സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ പൂജ്യ ദേവതയായിരുന്നു, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. പൂജയും ആദ്യം കേവലം ശിവന്റേതാണ് ചെയ്യുന്നത്. പിന്നീട് വ്യഭിചാരി പൂജാരിയായി. ബാബ ഒന്നാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാക്കി അനേകം പ്രകാരത്തിലുള്ള ദേവിമാരും മറ്റുമുണ്ട്. അവരിൽ നിന്നും ഒരു സമ്പത്തും ലഭിക്കുന്നില്ല. ഈ ബ്രഹ്മാവിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നില്ല. ഒന്ന് നിരാകാരി പിതാവ്, രണ്ടാമത്തേത് സാകാരി പിതാവ്. സാകാരി പിതാവ് ഉണ്ടായിരിക്കുമ്പോഴും ഹേ ഭഗവാനെ, ഹേ പരംപിത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൗകിക പിതാവിനെ ഇങ്ങനെ പറയില്ല. അപ്പോൾ സമ്പത്ത് പിതാവിൽ നിന്നും ലഭിക്കുന്നു. പതിയും പത്നിയും ഹാഫ് പാർട്ട്ണർ ആയിരിക്കുമ്പോൾ അവർക്ക് പകുതി പങ്ക് ലഭിക്കേണ്ടതാണ്. ആദ്യം അവർക്കുള്ള പകുതി പങ്ക് മാറ്റി പിന്നെ പകുതി കുട്ടികൾക്ക് നൽകേണ്ടതാണ്. എന്നാൽ ഇക്കാലത്താണെങ്കിൽ കുട്ടികൾക്ക് തന്നെ മുഴുവൻ ധനവും നൽകുന്നു. ചിലർക്കാണെങ്കിൽ വളരെയധികം മോഹമുണ്ടായിരിക്കുന്നു. നമ്മൾ മരിച്ച ശേഷം കുട്ടി തന്നെ അവകാശിയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇക്കാലത്തെ കുട്ടിയാണെങ്കിൽ പിതാവ് മരിച്ചു പോകുമ്പോൾ മാതാവിനെ കുറിച്ച് ചോദിക്കുന്നത് പോലുമില്ല. ചിലരൊക്കെ മാതൃസ്നേഹിയായിരിക്കുന്നു, ചിലർ പിന്നെ മാതൃദ്രോഹിയുമാണ്. ഇക്കാലത്ത് വളരെ പേർ മാതൃദ്രോഹികളാണ്. എല്ലാ പൈസയും എടുത്തുകൊണ്ടു പോകുന്നു. ദത്തെടുക്കപ്പെട്ട കുട്ടികളിലും ചിലർ ഇങ്ങനെയുള്ളവരായിരിക്കും. അവർ വളരെയധികം ശല്യം ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികൾ ഗീതം കേട്ടു. പറയുന്നു, ബാബ നമുക്ക് സുഖത്തിൻ്റെ വഴി പറഞ്ഞു തരൂ. എവിടെയാണോ സ്വസ്ഥതയുള്ളത്? രാവണ രാജ്യത്തിലാണെങ്കിൽ സുഖമുണ്ടാവുക സാധ്യമല്ല. ഭക്തി മാർഗത്തിൽ ഇത്രയും പോലും മനസ്സിലാക്കുന്നില്ല. ശിവൻ വേറെയാണ്, ശങ്കർ വേറെയാണ് എന്ന്. ശിരസ് നമിച്ചുകൊണ്ടിരിക്കുകയും ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യൂ. ശരി, ഇതിലൂടെ എന്ത് ലഭിക്കും? ഒന്നും അറിയില്ല. സർവരുടെയും
ശാന്തിയുടെയും സുഖത്തിൻ്റെയും ദാതാവ് ഒരേ ഒരു ബാബയാണ്. സത്യയുഗത്തിൽ സുഖവുമുണ്ട്, അപ്പോൾ ശാന്തിയുമുണ്ട്. ഭാരതത്തിൽ സുഖശാന്തി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതിനാൽ ഭക്തി ചെയ്ത് വാതിൽ തോറും തിക്കും തിരക്കും കൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബ നമ്മൾ അങ്ങേ തന്നെ ഓർമ്മിക്കും, അങ്ങിൽ നിന്ന് തന്നെ സമ്പത്ത് നേടും. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ സംബന്ധങ്ങളും മറക്കണം, ഒരു ബാബയെ ഓർമ്മിക്കണം. ആത്മാവിന് ഇവിടെ തന്നെയാണ് പവിത്രമാകേണ്ടത്. ഓർമ്മിക്കുകയില്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, പദവിയും ഭ്രഷ്ടമായി പോകും. അതിനാൽ ബാബ പറയുന്നു, ഓർമ്മയുടെ പ്രയത്നം ചെയ്യൂ. ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അല്ലയോ ആത്മീയ കുട്ടികളെ എന്ന് പറയുന്ന മറ്റേതെങ്കിലും സത്സംഗം ഉണ്ടാകില്ല. ഇതാണ് ആത്മീയ ജ്ഞാനം. അത് ആത്മീയ പിതാവിലൂടെ തന്നെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ആത്മാവ് എന്നാൽ നിരാകാരം. ശിവനും നിരാകാരമാണല്ലോ. നിങ്ങളുടെ ആത്മാവും ബിന്ദുവാണ്, വളരെ ചെറുതാണ്. അതിനെ ദിവ്യദൃഷ്ടിയിലൂടെ അല്ലാതെ ആർക്കും കാണുവാൻ സാധിക്കില്ല. ദിവ്യദൃഷ്ടി ബാബ തന്നെയാണ് നൽകുന്നത്. ഭക്തർ ഇരുന്ന് ഹനുമാന്റെയും ഗണേശിന്റെയും മറ്റും പൂജ ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാകും? ബാബ പറയുന്നു, ദിവ്യദൃഷ്ടി ദാതാവ് ഞാൻ തന്നെയാണ്. ആരാണോ വളരെയധികം ഭക്തി ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവർക്ക് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതിലൂടെ നേട്ടം ഒന്നും തന്നെയില്ല, കേവലം സന്തോഷിക്കുന്നു. പാപം പിന്നെയും ചെയ്യുന്നു, യാതൊന്നും ലഭിക്കുന്നില്ല. പഠനമില്ലാതെ എന്തെങ്കിലും ആയിത്തീരുവാൻ സാധിക്കില്ല. ദേവതമാർ സർവഗുണ സമ്പന്നമാണ്. നിങ്ങളും ഇതുപോലെ ആയി മാറൂ. ബാക്കി അതെല്ലാം ഭക്തിമാർഗത്തിലെ സാക്ഷാത്കാരങ്ങളാണ്. വാസ്തവത്തിൽ കൃഷ്ണന്റെ കൂടെ ഊഞ്ഞാലാടുക, സ്വർഗത്തിൽ കൃഷ്ണന്റെ കൂടെ ഇരിക്കുക, അതെല്ലാം പഠനത്തിന്റെ ആധാരത്തിലാണ്. എത്രത്തോളം ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. ഭഗവാന്റെ ശ്രീമത് എന്ന മഹിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണന്റെ ശ്രീമത് എന്ന് പറയില്ല. പരംപിത പരമാത്മാവിന്റെ ശ്രീമത്തിലൂടെ കൃഷ്ണന്റെ ആത്മാവ് ഈ പദവി നേടി. നിങ്ങളുടെ ആത്മാവും ദേവതാധർമ്മത്തിലേതായിരുന്നു, അതായത് കൃഷ്ണന്റെ കുലത്തിലായിരുന്നു. ഭാരതവാസികൾക്ക് ഇതറിയില്ല. രാധാകൃഷ്ണന്മാർ പരസ്പരം എന്ത് ബന്ധമായിരുന്നു എന്ന്. രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലായിരുന്നു. പിന്നെ സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് തന്നെ സ്വർഗത്തിന്റെ പ്രിൻസസ് ആകുന്നതിനാണ്. പ്രിൻസസിന്റെ സ്വയംവരം ഉണ്ടാകുമ്പോൾ പിന്നെ പേര് മാറുന്നു. അപ്പോൾ ബാബ കുട്ടികളെ ഇങ്ങനെയുള്ള ദേവതയാക്കി മാറ്റുന്നു. അഥവാ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുമെങ്കിൽ നിങ്ങൾ മുഖവംശാവലികളാണ്, അവർ കുഖവംശാവലി, അതായത് ഗർഭത്തിലൂടെ ജനിക്കുന്നവർ. ആ ബ്രാഹ്മണർ കാമചിതയിൽ ഇരുത്തുന്നതിൻ്റെ കെട്ട് ബന്ധിക്കുന്നു. ഇവിടെ നിങ്ങൾ സത്യമായ ബ്രാഹ്മണികൾ കാമചിതയിൽ നിന്നും ഇറങ്ങി ജ്ഞാനചിതയിൽ ഇരുത്തുന്നതിൻ്റെ കെട്ട് ബന്ധിക്കുന്നു. അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെയുള്ള കുട്ടികൾ അടികൂടി വഴക്കുണ്ടാക്കി പൈസ മുഴുവനും നശിപ്പിക്കുന്നു. ഇക്കാലത്ത് ലോകം വളരെ മോശമാണ്. ഏറ്റവും മോശമായ രോഗമാണ് സിനിമ. നല്ല കുട്ടികൾ പോലും സിനിമയ്ക്ക് പോകുന്നതിലൂടെ ചീത്തയായി പോകുന്നു. അതിനാൽ കേസിന് സിനിമയ്ക്ക് പോകുന്നതിന് വിലക്കാണ്. പിന്നെ ആരാണോ ശക്തിശാലിയായവർ അവരോട് ബാബ പറയുന്നു, അവിടെയും നിങ്ങൾ സർവീസ് ചെയ്യൂ. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ഇത് പരിധിയുള്ള സിനിമയാണ്.
ഒരു പരിധിയില്ലാത്ത സിനിമയുമുണ്ട്. പരിധിയില്ലാത്ത സിനിമയിൽ നിന്നാണ് പിന്നെ ഈ പരിധിയുള്ള അസത്യമായ സിനിമ ഇറങ്ങിയത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു, മൂലവതനം എവിടെയാണോ എല്ലാ ആത്മാക്കളും വസിക്കുന്നത്, പിന്നെ മധ്യത്തിലുള്ളത് സൂക്ഷ്മവതനം, ഇതാണ് സാകാരവതനം. കളി മുഴുവൻ ഇവിടെയാണ് നടക്കുന്നത്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് സ്വദർശന ചക്രധാരിയാകേണ്ടത്, ദേവതമാർക്കല്ല. എന്നാൽ ബ്രാഹ്മണർക്ക് ഈ അലങ്കാരം നൽകുന്നില്ല, കാരണം പുരുഷാർത്ഥിയാണ്. ഇന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നാളെ വീണു പോകുന്നു, അതിനാൽ ദേവതമാർക്ക് നൽകുന്നു. കൃഷ്ണനെ കുറിച്ച് കാണിക്കുന്നു, സ്വദർശന ചക്രത്തിലൂടെ ആകാസുരനെയും ബകാസുരനെയും ഒക്കെ വധിച്ചതായി. ഇപ്പോൾ കൃഷ്ണനെ അഹിംസ പരമോ ധർമ്മം എന്ന് പറയുന്നു. പിന്നെ ഹിംസ എങ്ങനെ ചെയ്യും? ഇതെല്ലാം ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളാണ്. എവിടെ പോയാലും ശിവന്റെ ലിംഗം തന്നെയായിരിക്കും ഉണ്ടാവുക. കേവലം നാമം എത്ര വ്യത്യസ്തമായത് വെച്ചിരിക്കുന്നു. മണ്ണുകൊണ്ടും എത്ര ദേവിമാരെ ഉണ്ടാക്കുന്നു, അലങ്കരിക്കുന്നു, ആയിരക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. ഉൽപ്പത്തി ചെയ്തു, പിന്നെ പൂജിക്കും, പാലന ചെയ്ത ശേഷം പിന്നെ മുക്കി താഴ്ത്തുന്നു. പാവകളുടെ പൂജയിൽ എത്ര ചിലവ് ചെയ്യുന്നു, യാതൊന്നും ലഭിച്ചില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം ധനം നശിപ്പിക്കുന്ന ഭക്തിയാണ്. പടികൾ ഇറങ്ങി തന്നെ വന്നിരിക്കുന്നു. ബാബ വരുമ്പോൾ സർവരുടെയും കയറുന്ന കല ഉണ്ടാകുന്നു. സർവരെയും ശാന്തിധാമിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. ധനം നശിപ്പിക്കുന്നതിൻ്റെ കാര്യമില്ല. കേവലം ഭക്തി മാർഗത്തിൽ നിങ്ങൾ ധനം പാഴാക്കി ഇൻസോൾവെന്റ് ആയിരിക്കുന്നു. സോൾവെന്റും ഇൻസോൾവെന്റും ആകുന്നതിൻ്റെ കഥ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഈ ലക്ഷ്മി നാരായണന്റെ ഡിനാസ്റ്റിയിലായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ ശിക്ഷണം ബാബ നൽകുന്നു. അവർ മൂന്നാമത്തെ നേത്രത്തിന്റെ കഥയും അമര കഥയും കേൾപ്പിക്കുന്നു. എല്ലാം അസത്യമാണ്. മൂന്നാമത്തെ നേത്രത്തിന്റെ കഥ ഇതാണ്. ഇതിലൂടെ ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം തുറക്കുന്നു. മുഴുവൻ ചക്രവും ബുദ്ധിയിൽ വരുന്നു. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അമര കഥയും കേട്ടുകൊണ്ടിരിക്കുന്നു. അമരമായ ബാബ നിങ്ങളെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമരപുരിയുടെ അധികാരിയാക്കുന്നു. അവിടെ നിങ്ങൾ ഒരിക്കലും മൃത്യു അടയുന്നില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യർക്ക് കാലന്റെ എത്ര ഭയമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഭയപ്പെടുന്നതിൻ്റെയോ കരയുന്നതിൻ്റെയോ കാര്യമില്ല. സന്തോഷത്തോടെ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നു. ഇവിടെ എത്ര മനുഷ്യർ കരയുന്നു. ഇത് കരയുന്നതിൻ്റെ ലോകമാണ്. ബാബ പറയുന്നു, ഇതാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഓരോരുത്തരും തൻ്റെതായ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദേവതമാർ മോഹജീത്താണല്ലോ. ഇവിടെയാണെങ്കിൽ ലോകത്തിൽ അനേകം ഗുരുക്കന്മാരുണ്ട്. അവരുടെ അനേകം മതങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും മതം അവരവരുടേതാണ്. ഒരു സന്തോഷി ദേവിയുമുണ്ട്. അതിൻ്റെ പൂജ നടക്കുന്നു. ഇപ്പോൾ സന്തോഷി ദേവിമാർ സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുക സാധ്യമാണ്. ഇവിടെ ഉണ്ടായിരിക്കുക എങ്ങനെ സാധ്യമാകും? സത്യയുഗത്തിൽ ദേവതമാർ സദാ സന്തുഷ്ടമായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശ ഉണ്ടായിരിക്കുന്നു. അവിടെ ഒരു ആശയും ഉണ്ടായിരിക്കുന്നില്ല. ബാബ സർവരെയും സന്തുഷ്ടമാക്കുന്നു. നിങ്ങൾ പദം പതിയാകുന്നു. അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല അതിൻ്റെ പ്രാപ്തിയുടെ ചിന്ത ഉണ്ടാകുവാനായി. അവിടെ ചിന്ത ഉണ്ടായിരിക്കുന്നതേയില്ല. ബാബ പറയുന്നു, സർവരുടെയും സദ്ഗതി ദാതാവ് ഞാൻ തന്നെയാണ്.
കുട്ടികളായ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സന്തോഷം തന്നെ സന്തോഷം നൽകുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുകയും ചെയ്യേണ്ടതാണ്. ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ പാപം ഭസ്മമാകുന്നത്. നിങ്ങൾ സദോ പ്രധാനമാവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എത്രത്തോളം മറ്റുള്ളവർക്ക് കൂടുതൽ മനസ്സിലാക്കിക്കുമോ അത്രയും പ്രജകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഉയർന്ന പദവി നേടുകയും ചെയ്യും. ഇത് ഏതെങ്കിലും സന്യാസിയുടെയോ മറ്റോ കഥയല്ല. ഭഗവാൻ ഇരുന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ സന്തുഷ്ട ദേവീ ദേവതമാർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സദാ പവിത്രമായിരിക്കുന്നതിൻ്റെ വ്രതം വെക്കണം. കാരണം പാവന ലോകത്തിലേക്ക് പോകണമെങ്കിൽ പതീതം ആകാതിരിക്കണം. ബാബ ഈ വ്രതം പഠിപ്പിച്ചു. മനുഷ്യർ പിന്നെ അനേകം പ്രകാരത്തിലുള്ള വ്രതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയുടെ മതമനുസരിച്ച് നടന്ന് സദാ സന്തുഷ്ടമായിരുന്ന് സന്തോഷി ദേവിയാകണം. ഇവിടെ യാതൊരു ആശയം വയ്ക്കരുത്. ബാബയിൽ നിന്നും സർവപ്രാപ്തികളും നേടി പദം പതിയാകണം. ഏറ്റവും മോശമാക്കി മാറ്റുന്നത് സിനിമയാണ്. നിങ്ങൾക്ക് സിനിമ കാണുന്നതിൽ വിലക്കുണ്ട്. നിങ്ങൾ ധൈര്യശാലിയാണെങ്കിൽ പരിധിയുള്ളതും പരിധിയില്ലാത്തതുമായ സിനിമയുടെ രഹസ്യം മനസ്സിലാക്കി മറ്റുള്ളവരെയും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. സർവീസ് ചെയ്യൂ. വരദാനം: പുരുഷാർത്ഥത്തിലും സേവനത്തിലും വിധിപൂർവം അഭിവൃദ്ധി പ്രാപ്തമാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണൻ എന്നാൽ വിധിപൂർവ ജീവിതം. ഏതെങ്കിലും കാര്യം സഫലമാകുന്നത് വിധിയോടെ ചെയ്യപ്പെടുമ്പോഴാണ്. അഥവാ ഏതെങ്കിലും കാര്യത്തിൽ സ്വയം തൻ്റെ പുരുഷാർത്ഥത്തിലോ സേവനത്തിലോ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും വിധിയുടെ കുറവുണ്ട്. അതിനാൽ ചെക്ക് ചെയ്യൂ. അമൃതവേള മുതൽ രാത്രി വരെ മനസ്സ വാച കർമ്മണ അഥവാ സമ്പർക്കം വിധിപൂർവം ആയിരുന്നുവോ? അതായത് വൃദ്ധി ഉണ്ടായോ? അഥവാ ഇല്ലെങ്കിൽ കാരണത്തെ ചിന്തിച്ച് നിവാരണം നടത്തൂ. പിന്നെ നിരാശമാവുകയില്ല. അഥവാ വിധിപൂർവ ജീവിതം ഉണ്ടെങ്കിൽ അഭിവൃദ്ധി തീർച്ചയായും ഉണ്ടാകും. തീവ്ര പുരുഷാർത്ഥി ആവുകയും ചെയ്യും. സ്ലോഗൻ: സ്വച്ഛതയിലും സത്യതയിലും സമ്പന്നം ആകുന്നത് തന്നെയാണ് സത്യമായ പവിത്രത. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. എവിടെ വാണിയിലൂടെ ഏതെങ്കിലും കാര്യം സിദ്ധമാകുന്നില്ലയോ അപ്പോൾ പറയുന്നു, ഇവർ വാണിയിലൂടെ മനസ്സിലാക്കുകയില്ല, ശുഭഭാവനയിലൂടെ പരിവർത്തനപ്പെടുകയുള്ളൂ. എവിടെ വാണിക്ക് കാര്യത്തെ സഫലമാക്കാൻ സാധിക്കുന്നില്ലയോ അവിടെ സൈലൻസിൻ്റെ ശക്തിയുടെ ഉപാധിയായ ശുഭസങ്കല്പത്തിലൂടെ, ശുഭഭാവനയിലൂടെ, നയനങ്ങളുടെ ഭാഷയിലൂടെ, ദയയുടെയും സ്നേഹത്തിൻ്റെയും അനുഭൂതിക്ക് കാര്യം സിദ്ധമാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. ഞാൻ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാവാകുന്നു. പുരികമധ്യത്തിൽ വസിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാകുന്നു. ശാന്തിയുടെ
സ്വരൂപമാകുന്നു. ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിലേക്ക് മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു. സർവശക്തിവാനും ബീജരൂപനുമായ പരമാത്മാവിൻ്റെ സമീപത്തേക്ക് യാത്ര ചെയ്യുന്നു. ശിവപിതാ പരമാത്മാവിൻ്റെ കൂടെ ഞാൻ കമ്പൈൻഡായി കഴിഞ്ഞു. ഞാൻ ആത്മാവ് ശിവപിതാവിൻ്റെ സർവശക്തികളാലും സമ്പന്നമാകുന്നു. മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ആഹാ, എത്ര അലൗകിക അനുഭവമാണിത്! ഈ കമ്പൈൻ സ്ഥിതി എത്ര പ്രിയപ്പെട്ട സ്ഥിതിയാണ്! എത്ര ശക്തിശാലി സ്ഥിതിയാണ്! ആഹാ, എത്ര ഭാരരഹിതമായ സ്ഥിതിയാണ്! എത്ര ശ്രേഷ്ഠ സ്ഥിതിയാണ്! വളരെയധികം ആനന്ദം നിറഞ്ഞ ഈ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു.